എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ പൈറേറ്റ്സുമായിട്ടുള്ള ഡിസ്കഷനൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന ക്ലാഹഡോറിനെയാണ് കാണിക്കുന്നത്. അടുത്ത സീനിൽ നാമി, സോറോ, ലൂഫി, ഉസോപ്പ് ഇവരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഉസോപ്പ് ആണെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുവാണ്, അവർ പകൽ ഇവിടെ നിന്നായിരിക്കും അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. ഈ ഒരു സ്ലോപ്പ് വഴി മാത്രമേ വില്ലേജിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. സോ ഇവിടെ വെച്ച് അവരെ നമുക്ക് തടയാൻ പറ്റി കഴിഞ്ഞാൽ വില്ലേജിനെ തന്നെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും, അവർക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ലൂഫി പറയാണ് അത് ഈസി ആണല്ലോ. അപ്പോൾ ഉസോപ്പ് പറയാണ് പറയാൻ അത് ഈസിയാണ്, പക്ഷെ ബാക്കി നിങ്ങളുടെ സ്ട്രെങ്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേന് സോറോ പറയാണ് ഞാൻ കട്ട് ചെയ്യും, ലൂഫി പറയാണ് ഞാൻ സ്ട്രെച്ച് ചെയ്യും, നാമി പറയാണ് ഞാൻ സ്റ്റീൽ ചെയ്യുന്നു, അപ്പോൾ ഉസോപ്പ് പറയാണ് ഞാൻ ഹൈഡ് ചെയ്യുമെന്ന്. അപ്പോൾ ഇവരൊക്കെ കൂടെ ഒന്നിച്ച് പറയുവാണ് നീയും ഫൈറ്റ് ചെയ്യുമെന്ന്. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് മാൻഷനാണ്. കയാണെങ്കിൽ അവിടെ കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യുകയാണ്. ക്ലാഹഡോർ തിരിച്ചെത്തി. ക്ലാഹഡോറും അവിടുത്തെ വേറൊരു വർക്കറും തമ്മിലുള്ള കോൺവെർസേഷനാണ്. ക്ലാഹഡോർ ചോദിക്കുന്നുണ്ട് അവൾക്കിപ്പോൾ എങ്ങനെ ഉണ്ടെന്ന്. ഇപ്പോൾ വർക്കർ പറയാണ് അവൾ കുറച്ച് എക്സ്ഹോസ്റ്റഡ് ആണ്, പക്ഷെ കുഴപ്പമില്ല എന്ന്. അപ്പോൾ ക്ലാഹഡോർ പറയുകയാണ് എന്നാലും ഞാനില്ലാത്ത സമയത്ത് തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ, ആ ഉസോപ്പ് എന്ന് പറയുന്ന ചെറുപ്പം കുറച്ച് പ്രശ്നക്കാരനാണ്. അപ്പോൾ വർക്കർ പറയാം അത് മാത്രമല്ല അവൻ പറയാം നിങ്ങൾ ഒരു പൈറേറ്റ് ആണെന്നൊക്കെ. എന്നിട്ട് ഇയാൾ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ക്ലാഹഡോർ ആണെങ്കിൽ അപ്പോൾ അയാൾക്ക് മേടിച്ച് വെച്ച പ്രസന്റ് കാണുവാണ്. അപ്പോൾ ഇയാൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ വർക്കർ പറയുകയാണ് നിങ്ങളുടെ 3 ഇയർ ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് അവിടെ മേടിച്ച് വെച്ചതാണ് എന്നൊക്കെ പറയുകയാണ്. ഇതാണെങ്കിൽ ക്ലാഹഡോർ ചവിട്ടി പൊട്ടിക്കുകയാണ്. വർക്കർ ആണെങ്കിൽ ഇത് കണ്ടിട്ട് ഞെട്ടയൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ക്ലാഹഡോർ പറയുകയാണ് എനിക്ക് അവളുടെ കയ്യിൽ നിന്ന് പ്രസന്റ് വേണം, പക്ഷെ ഇതല്ല, എനിക്ക് ഈ മാൻഷനാണ് വേണ്ടത്. ഇനി ഞാൻ അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, കുറച്ച് ടൈമും കൂടെ കഴിഞ്ഞാൽ ഒരു ആക്സിഡന്റ് ഉണ്ടാവാൻ പോവുകയാണെന്ന് പറയണം. ഇതും പറഞ്ഞിട്ട് അയാളാണെങ്കിൽ അയാളുടെ ഡെബിൾ ഫ്രൂട്ട് പവർ വെച്ചിട്ട് നമ്മുടെ വർക്കറിനെ അറ്റാക്ക് ചെയ്യുവാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ജാങ്കോനെയും പൈറേറ്റ്സിനെയാണ്. അവരാണെങ്കിൽ വില്ലേജിലോട്ട് പോവാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ലൂഫി, നാമി, സോറോ, ഉസോപ്പിനെയാണ്. ഇവരെല്ലാം കൂടെ സ്ലോപ്പിൽ ഓയിൽ ഒഴിക്കുവാണ്. ഉസോപ്പ് പറയുന്നുണ്ട് ഇനി അവർക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റില്ല. അവരെന്നിട്ട് പൈറേറ്റ്സിനെ വെയിറ്റ് ചെയ്തുകൊണ്ട് അവിടെ നിൽക്കുവാണ്. അടുത്ത സീനിൽ പൈറേറ്റ്സ് ആണെങ്കിൽ ഈ സ്ലോപ്പിൽ എത്തുന്നുണ്ട്. അവരാണെങ്കിൽ ഇവിടെ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവാണ്, പക്ഷേ ഈ പൈറേറ്റ്സിനെ കാണുന്നില്ല. അപ്പോൾ ഇവരിങ്ങനെ പറയുകയാണ് ഇനി അവർ ഉറങ്ങിയാൽ കാണാൻ പോയോ എന്നൊക്കെ. സെയിം ടൈം നാമി ആണെങ്കിൽ എവിടെ നോക്കി ഒരു നോയ്സ് കേൾക്കുവാണ്. നാമി എന്നിട്ട് ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഉസപ്പ് പറയുന്നുണ്ട് നോർത്തിലും ഇതുപോലൊരു സ്ലോപ്പ് ഉണ്ട്. അപ്പോൾ ലൂഫി പറയുകയാണ് നിനക്കിത് മാറിപ്പോയോ എന്നൊക്കെ. ഉസപ്പ് പറയുകയാണ് അവരിവിടെ വെച്ചല്ലേ സീക്രട്ട് മീറ്റിംഗ് നടത്തിയത്, അപ്പം ഞാൻ വിചാരിച്ചു അവരിവിടെ നിന്നായിരിക്കും വരുന്നതെന്ന്. ലൂഫി ആണെങ്കിൽ പെട്ടെന്ന് അവരെ തടയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഓടിപ്പോവാണ്. ലൂഫി ഉസപ്പ് ഓടിപ്പോകുന്നുണ്ട്. സോറോയും നാമിയും പോകാൻ വേണ്ടി നിൽക്കുവാണ്. നാമി ആണെങ്കിൽ അപ്പോഴത്തേനും ആ ഓയിലിൽ തെന്നിപ്പോവാണ്. നാമി സോറോനെയും പിടിച്ച് വലിക്കുവാണ്. എന്നിട്ട് സോറോനെ അവിടെ തള്ളിയിട്ടിട്ട് നാമി ആണെങ്കിൽ സോറോൻ്റെ മണ്ടയിൽ കയറിയിട്ട് അവിടെ നിന്ന് ഓടിപ്പോവാണ്. സോറോ സ്ലോപ്പിൽ പെട്ടുപോവാണ്. ബാക്കി എല്ലാവരും അവിടെ നിന്ന് പോകുന്നുണ്ട്. ലൂഫി ആണെങ്കിൽ ആദ്യമേ സ്ട്രെയിറ്റ് നോർത്തെന്നും പറഞ്ഞിട്ട് ഓടുവാണ്. ഉസപ്പ് നാമി ആണെങ്കിൽ പുറവേ ഉണ്ട്. പൈറേറ്റ്സ് വരുവാണ്. ഇപ്പോൾ ഉസപ്പ് ആണെങ്കിൽ അവിടെ നിന്ന് സ്ലിംഗ് ഷോട്ട് ചെയ്ത് അവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ക്യാപ്റ്റൻ ഉസോപ്പ്, ഞാൻ നിങ്ങളെ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുമായിരുന്നു, നിങ്ങൾ എൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യണം, നിങ്ങൾക്ക് മരിക്കണ്ടേൽ നിങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോക്കുമെന്നൊക്കെ പറയുകയാണ്. സെയിം ടൈം ഉസോപ്പ് വിചാരിക്കുന്നുണ്ട് ലൂഫി അവിടെ പോയി, അവൻ ഇതുവരെ എത്തിയില്ലേ, അവനാണല്ലോ ഫസ്റ്റ് ഓടി വന്നതെന്ന്. സെയിം ടൈം സോറോ ആണെങ്കിൽ ഈ സ്ലോപ്പിൽ നിന്ന് കയറാൻ നോക്കുന്നതും താഴെ പോകുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. ലൂഫി ഓടിക്കതച്ച് നേരെ വന്ന് നിൽക്കുന്നത് വില്ലേജിൻ്റെ നടുക്കാണ്, ഇതും കാണിക്കുന്നുണ്ട്. ജാങ്കോ ആണെങ്കിൽ ഉസോപ്പിനോട് ചോദിക്കുവാണ് നീയല്ലേ ഞങ്ങളുടെ സീക്രട്ട് പ്ലാൻ ഒളിഞ്ഞു നിന്ന് കേട്ടത് എന്നൊക്കെ, നീ ഇനി എന്ത് ചെയ്യാൻ പോവാന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഉസോപ്പ് പറയാണ് നിങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോക്കോ, എൻ്റെ 100 മില്യൺ പൈറേറ്റ്സ് നിങ്ങളെ ഫൈറ്റ് ചെയ്യുമെന്നൊക്കെ. പൈറേറ്റ്സിനാണെങ്കിൽ ഇത് കള്ളമൊന്നും മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ജാങ്കോ ആണെങ്കിൽ ഇത് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഇത് കള്ളമാണെന്ന്. ഇതേ ടൈം തന്നെ ഇവർ ലൂഫിയുടെയും നാമിയുടെയും ബോട്ടൊക്കെ കാണുന്നുണ്ട്. അവിടെ പോയി നോക്കുമ്പോൾ അവർക്ക് ഇവിടെ നിന്ന് കുറേ ഗോൾഡൊക്കെ കിട്ടുന്നുണ്ട്. അവർ പറയുവാണ് ഇത് 5 മില്യൺ ബെറിയോളം വരുമെന്ന്. അപ്പോൾ ഉസോപ്പ് പറയുവാണ് അതെൻ്റെ ട്രഷറാണ്, നിങ്ങൾ ഈ പൈസ എടുത്തോളൂ, നിങ്ങൾ പക്ഷെ ഇവിടെ നിന്ന് തിരിച്ചു പോകണം എന്ന് പറയണം. അപ്പം ജാങ്കോ പറയുകയാണ് ഞങ്ങൾ പൈറേറ്റ്സ് ആണ്, ഇതെന്തായാലും ഞങ്ങൾ തന്നെ എടുക്കും, പക്ഷെ ഞങ്ങൾ ഇവിടെ നിന്ന് പോത്തില്ല എന്ന് പറയണം. അപ്പോഴേക്കും ജാങ്കോ ആണെങ്കിൽ കയ്യിലുള്ള ഹിപ്നട്ടൈസിങ് റിങ് എടുത്തിട്ട് പറയുവാണ് 1 2 3 ജാങ്കോ എന്ന് പറയുമ്പോൾ നീ ഞങ്ങളെ കടത്തി വിടുമെന്ന് ഉസപ്പിനോട് പറയണേ. ഈ ടൈമാണ് ഈ 3 പറയുന്നതിന് മുന്നേ ആയിട്ടാണ് നാമി അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നത്. നാമി ആണെങ്കിൽ പറയുവാണ് ഉസപ്പിനോട് നീ എന്തോ മണ്ടത്തരമൊക്കെ വിളിച്ച് പറയുന്നതെന്ന് പറഞ്ഞിട്ട് അവനെ ഒറ്റ ഇടി കൊടുക്കുകയാണ്. എന്നിട്ട് നാമി അവരോട് പറയുന്നുണ്ട് ആ ട്രഷർ എൻ്റെയാണ്, അതിൽ നിന്ന് ഒറ്റ പൈസ പോലും ഞാൻ നിങ്ങൾക്ക് തരുന്നില്ല എന്ന്. എന്നിട്ട് ഉസപ്പിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ആ റിങ്ങിലോട്ട് നീ നോക്കരുത്, അയാൾ ഒരു ഹിപ്നോട്ടിസ്റ്റ് ആണെന്ന്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ലൂഫി അവിടെ പോയിന്ന്. അപ്പോൾ ഉസപ്പ് പറയുകയാണെങ്കിൽ അറിയത്തില്ല എന്ന്. എന്നിട്ട് ഉസപ്പ് നാമിനോട് പറയാണ് നീ ഒരു കാര്യം ചെയ്ത് പോയി അറ്റാക്ക് ചെയ്യും, ഞാനിവിടെ നിനക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം.
അപ്പം നാമി പറയുകയാണ് ഞാനോ അത്രയും പേരെ ഡിഫീറ്റ് ചെയ്യാനോ, ഞാൻ നിന്നെക്കാളും വീക്കാണ്. ഉസോപ്പ് പറയുകയാണ് നീ ഞാൻ ആണാന്നൊന്നും വിചാരിക്കേണ്ട, എനിക്കും പേടിയുണ്ട്, എൻ്റെ മുട്ടൊക്കെ വിറയ്ക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ ജാങ്കോ ആണെങ്കിൽ പൈറേറ്റ്സിനോട് പറയുകയാണ് അവരെ അറ്റാക്ക് ചെയ്തിട്ട് പോയി വില്ലേജേഴ്സിനെ അറ്റാക്ക് ചെയ്യും, നിങ്ങളെന്തോ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന്. പൈറേറ്റ്സ് ആണെങ്കിൽ നേരെ ഇവരെ അറ്റാക്ക് ചെയ്യാൻ വരുവാണ്. ഉസോപ്പ് ആണെങ്കിൽ കുറേ മുള്ളൊക്കെ എടുത്തിട്ട് നാമിയുടെ കൊടുക്കുന്നുണ്ട്. നാമി ഉസോപ്പ് ഇത് എറിഞ്ഞു കൊടുക്കുകയാണ്. ഇതേ ടൈം അപ്പുറത്ത് സോറോ ആണെങ്കിൽ സ്ലോപ്പിൽ നിന്ന് വീണ്ടും വീണ്ടും തന്നെ വീണുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും കാര്യമാക്കാതെ സോറോ ലാസ്റ്റ് തൻ്റെ സോഡ് എടുത്ത് കുത്തിയിട്ട് ഓടി അവിടെ നിന്ന് എസ്കേപ്പ് ആവാണ്. ഇതേ ടൈം വീണ്ടും വഴി തെറ്റി അവിടെ ഫുൾ ഇങ്ങനെ ഓടി നടക്കുന്ന ലൂഫീനെയും കാണിക്കുന്നുണ്ട്. ഉസപ്പും നാമിയും കൂടെ കുറച്ച് പേരെയൊക്കെ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഉസപ്പ് വീണ്ടും സ്ലിംഗ് ഷോട്ടൊക്കെ ചെയ്ത് അറ്റാക്ക് ചെയ്യുവാണ്. നാമി ആണെങ്കിൽ ഞാനൊരു ബ്രേക്ക് എടുക്കാൻ പോവാന്ന് ഉസോപ്പിനോട് പറയുകയാണ്. ഉസോപ്പിന്റെ ഫോക്കസ് മാറുന്ന സമയത്ത് ഒരുത്തനാണെങ്കിൽ വന്നിട്ട് ഉസോപ്പിനെ അറ്റാക്ക് ചെയ്യുകയാണ്. ഉസോപ്പാണെങ്കിൽ അവിടെ വീട് കിടന്നിട്ടും ഉസോപ്പ് പോവാൻ നിൽക്കുന്ന ഒരുത്തൻ്റെ കാലിലൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ട്. എന്നിട്ട് പറയുവാണ് ഞാൻ നിങ്ങളെ ആരെയും അങ്ങോട്ട് കടത്തി വിടത്തില്ല, പോവാൻ സമ്മതിക്കത്തില്ല എന്ന് പറയണം. അവരാണെങ്കിൽ ഉസോപ്പിനെ കുറേ ചവിട്ടയൊക്കെ ചെയ്യുന്നുണ്ട്. സെയിം ടൈം നാമി ഇവരെ അറ്റാക്കൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നാമിനെ അവർ ഡിഫീറ്റ് ചെയ്യുവാണ്. എന്നിട്ട് ജാങ്കോ പറയുകയാണ് അവരെ അവിടെ വിട്ടേക്ക്, നിങ്ങൾ വന്നിട്ട് പൊക്കോളാൻ പറയുകയാണ്. വില്ലേജേഴ്സിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പോവുകയാണ്. സെയിം ടൈം ഈ ഉസോപ്പും നാമിയും നോക്കുമ്പോൾ അവരെല്ലാം പറന്നു വരുന്ന കാണുവാണ്. നോക്കുമ്പോൾ ലൂഫിയും സോറോയും അവിടെ എത്തിക്കഴിഞ്ഞു. അടുത്ത സീനിൽ കാണിക്കുന്ന ക്ലാഹഡോറിനെയാണ്. അയാളാണെങ്കിൽ ഇവരെ വെയിറ്റ് ചെയ്ത് കുറേ നേരം കൊണ്ട് അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് ലാസ്റ്റ് അയാൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അയാളാണെങ്കിൽ ഇവരെ ഇന്ന് ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. സെയിം ടൈം നമ്മുടെ ഉസോപ്പ് പൈറേറ്റ്സിലുള്ള ഒരു കൊച്ചിറക്കനാണെങ്കിൽ ഇത് കാണുന്നുണ്ട്. അവിടെ വെച്ച് ഈ എപ്പിസോഡ് എൻഡ് ചെയ്യുകയാണ്.